ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനുണ്ടാക്കുന്ന ഈ പഴംപൊരിയുടെ റെസിപ്പി മുഴുവനായിട്ട് കണ്ടിട്ട് ഇതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുവരെ പഴംപൊരി ഉണ്ടാക്കാത്തവർക്കും ഈ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ, ഒരു 3/4 കപ്പോളം കടലമാവ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മൾ രാവിലെ നമ്മുടെ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന മാവില്ലേ, നമ്മൾ തലേന്ന് ഉഴുന്നും അരിയും ഒക്കെ ഇട്ട് അരച്ച് വെക്കുന്ന മാവില്ലേ, അതിൽ നിന്ന് ഒരു 2-3 ഒരു 4 ടീസ്പൂണോളം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മാവില്ലാത്തവർക്ക് അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാതിരിക്കട്ടെ, മാവില്ലാത്തവർക്ക് നമ്മുടെ അപ്പസോഡ അല്ലേ, നമ്മുടെ സാധാ ഇതിലൊക്കെ ഇടുന്ന അപ്പസോഡ, ആ അപ്പസോഡ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി അപ്പോൾ ഈ അപ്പസോഡ ഇട്ടുണ്ടാക്കുന്നവർ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കണം. കാരണം നമ്മളിപ്പോൾ ഇത് മാവ് വയ്ക്കുന്നതുകൊണ്ട് അതിൽ അരി അരച്ചിട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത്. എന്നിട്ട് ഒരു ഗ്ലാസ് സാധാ നോർമൽ വാട്ടർ എടുത്തിട്ട് വെള്ളം പാർന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യരുത്, ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ട് ഒരു ഹാൻഡ് വിസ്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ഒരു നല്ല തിക്കായിട്ടുള്ളൊരു, അതായത് നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ റിബൺ മാതിരി ഇങ്ങനെ ചാടണം. നമ്മളിങ്ങനെ സ്പൂൺ ഒഴിക്കുമ്പോൾ കോരി ഒഴിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന അതേപോലെയുള്ള ഒരു ഇതിലാവുമ്പോൾ നമ്മൾ തീരെ കട്ടയില്ലാതെ മാവ് ഇളക്കി യോജിപ്പിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 4 മണിക്കൂർ എങ്ങനെയായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 4 മണിക്കൂർ ആവാൻ നേരത്ത് നമുക്ക് നല്ല നേന്ത്രപ്പഴമല്ലേ, ഇതിപ്പോൾ ചെറിയ പഴങ്ങളാണ്, വലിയ പഴമാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. ഇനി നല്ല വലുതാണെങ്കിൽ നടുവ് മുറിച്ചിട്ട് ചെയ്താൽ മതി. ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് എടുത്തിട്ട് അത് കണ്ടില്ലേ, നമ്മുടെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്പൂണിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അടർന്ന് വീഴണം. അങ്ങനെയാവും. 4 മണിക്കൂർ ആകുമ്പോഴേക്കും ഇതുപോലെയാവും. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മുക്കി പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ഓരോ പഴം എടുത്ത് മാവിൽ മുക്കി എണ്ണയിലോട്ടിടാം. നല്ല ചൂടായ എണ്ണ വേണം കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയാണെങ്കിൽ എണ്ണ ഒട്ടും നമ്മുടെ പഴംപൊരി കുടിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ നല്ല എണ്ണ കുടിക്കും. അപ്പം എണ്ണ കുടിക്കാതെ കിട്ടണമെങ്കിൽ നന്നായി തീ എപ്പോഴും നല്ല ഫുള്ളിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പഴംപൊരി നല്ല പൊന്തി വരും. നല്ല നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലത്തെ ഒരു പഴംപൊരി ആയിട്ടത്. ഇനി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പഴംപൊരി നമ്മൾ പറഞ്ഞു ചെയ്യേണ്ട കാര്യം ദോശമാവ് അതല്ലെങ്കിൽ നമ്മുടെ അപ്പസോഡ ഇടുക. ഇനി 3ാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ മാവൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം പെട്ടെന്ന്, അതായത് മാവ് നമ്മൾ കൂട്ടി വെക്കുന്നു, അതോടുകൂടി പഴം പൊരിക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഈ പഴത്തിൻ്റെ മാവ് ഒരു 3-4 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും, നമ്മൾ വൈകിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ഒരു 11 മണി ആ സമയത്തൊക്കെ നമ്മൾ ഈ മാവ് കൂട്ടി വെക്കണം കേട്ടോ. ഈ മാവ് എന്നാലുള്ളൂ നമ്മുടെ ഈ വിചാരിച്ച പോലെ ഈ പഴം നല്ല സോഫ്റ്റായിട്ട് നല്ല പൊള്ളച്ച് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി പഴംപൊരി കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.